ആകാശ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ വിയോഗത്തിൽ വിങ്ങിപ്പൊട്ടി നാട്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും സഭാ മേലധ്യക്ഷന്മാരും രഞ്ജിതയുടെ വീട് സന്ദർശിച്ചു. DNA പരിശോധനയ്ക്കായി ഇളയ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് തിരിച്ചു. പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങും. ഇരവിപേരൂർ OEM സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ഇത്തിക്ക അമ്മ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും വീട്ടിനകത്തുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മൂത്ത മകൻ ഇന്ദുചൂടനും അമ്മയുടെ മരണം വിശ്വസിക്കാനായിട്ടില്ല. രഞ്ജിത ജീവനോടെ തിരിച്ചെത്തണമെന്നായിരുന്നു ഇന്നലെ മരണവാർത്ത അറിയുന്നതുവരെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രാർത്ഥന. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് രഞ്ജിതയുടെ വേർപാട്. അതിലേറ്റവും വലുതായിരുന്നു ഒരു വീടെന്ന സ്വപ്നം. ഗൃഹപ്രവേശ ചടങ്ങിനടക്കം തീയതി തീരുമാനിച്ച് ഉടൻ തിരിച്ചെത്താമെന്ന് പറഞ്ഞാണ് രഞ്ജിത UK പുറപ്പെട്ടത്. എന്നാൽ ഈ വീട്ടിലേക്ക് ഇനിയെത്തുക രഞ്ജിതയുടെ ചേതനയറ്റ ശരീരം. കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി സ്വന്തം ഭവനത്തിൽ ആക്കുക എന്നുള്ളത് രഞ്ജിതയെ സംബന്ധിച്ചോളം ഒരു വലിയ ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു രഞ്ജിത അധ്വാനിക്കുന്നത്. വീടിൻ്റെ പാലുകാച്ചൽ നടത്തി ഓണത്തിൻ്റെ സമയത്ത് ഔദ്യോഗികമായി ഗൃഹപ്രവേശനം നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് മടങ്ങി വരാം എന്നുള്ള പ്രതീക്ഷയും രഞ്ജിതയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മരണമറിഞ്ഞ് വീട്ടിലെത്തിയവരെല്ലാം ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ നിസ്സഹായരായി നിന്നു. കുടുംബത്തെ ആശ്വസിപ്പിക്കാനെത്തിയ മന്ത്രി വീണ ജോർജും വിതുമ്പി. നാടിന്റെ വിയോഗമെന്നും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വീണ ജോർജ് പറഞ്ഞു. സർക്കാർ തലത്തിൽ ആശയവിനിമയങ്ങൾ നടത്തുന്നതായും DNA സാമ്പിൾ സ്ഥിരീകരണം ഉണ്ടായാൽ മൃതദേഹം വിട്ടുകിട്ടുന്നതിൽ കാലതാമസം ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികളിൽ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് അവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡന്റിഫിക്കേഷൻ DNA സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇത് ചെയ്യും. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ്. അപകടം ദേശീയ ദുരന്തം തന്നെയെന്നും സാങ്കേതികമായി പ്രഖ്യാപിക്കേണ്ടത് സർക്കാരാണെന്നും കുടുംബാംഗങ്ങളെ കണ്ട ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അല്ല, ഇതിപ്പോൾ നാഷണൽ ട്രാജഡി ആണല്ലോ, അതിന് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആവുമ്പോൾ 242 കുടുംബങ്ങളും അവിടെ ആ നഴ്സസ് ഹോസ്റ്റലിൽ മരിച്ച എത്രയോ ഇപ്പോഴും അതിൻ്റെ ഒരു കണക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതൊരു നാഷണൽ ട്രാജഡി ആയിട്ട് തന്നെ കാണണം. അതങ്ങനെയാണ് കാണുന്നത്. DNA പരിശോധനയ്ക്കായി സഹോദരൻ രതീഷ് ബന്ധുവിനൊപ്പം അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടു. DNA പരിശോധനാ ഫലം ലഭിച്ചാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.